എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൽ ഗോപാൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുക. എൻ്റെ കുറച്ച് കാര്യങ്ങളുടെ ബേസിസിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് ഒരു കരിയറായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും യൂട്യൂബിനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. യൂട്യൂബ് ഒരു കരിയറായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് നമ്മുടെ എൻഡ് ഓഫ് ദ ലൈഫ് നമുക്ക് യൂട്യൂബ് കിട്ടത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചിലപ്പോൾ നിർത്തേണ്ടി വരാം. അപ്പോൾ യൂട്യൂബ് തന്നെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. എനിക്ക് ഇപ്പോൾ ഉള്ള മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വളർത്തരുത്. നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ, ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞാൽ അവരെ ഒരു രീതിയിൽ അവർക്കുള്ള പോക്കറ്റ് മണി അവർക്ക് സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും ഏൺ ചെയ്യാനായിട്ട് അവരെ വിടുക. അല്ലാതെ നിങ്ങൾ തന്നെ പോക്കറ്റ് മണി കൊടുത്താൽ ഒരിക്കലും നമ്മൾ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവത്തില്ല, ലൈഫിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവത്തില്ല. പോയിൻ്റ് നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ജോലിക്ക് വേണ്ടി എയിം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് ഒരു ചെറിയ സ്ഥാപനത്തിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യുക. ഒരു വലിയ കമ്പനി പ്രിഫർ ചെയ്യുന്നതിനേക്കാളും ഒരു ചെറിയ കമ്പനി ജോയിൻ ചെയ്താൽ ആ ചെറിയ കമ്പനിയിൽ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മളൊരു വലിയ കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു റോള് കാണത്തില്ല. വലിയ കമ്പനിയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു റോള് കാണത്തില്ല. ഒരാളുടെ ജോലി മാത്രമായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഒരു ചെറിയ കമ്പനി ആകുമ്പോൾ ഒരു 6 പേരുടെ അല്ലെങ്കിൽ ഒരു 8 പേരുടെ ജോലി നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യേണ്ടി വരും. അത് നിങ്ങളെ ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ട്രസ്റ്റ് മീ, ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഏണിങ് ഈ മാസം വന്നിട്ടുണ്ട്. എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 10,000-ൻ്റെ അകത്താണ്. ആ സമയത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസ നമ്മുടെ കയ്യിലിരുന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഒരു മുട്ടായെങ്കിൽ അത് മേടിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരു യൂത്ത് പേഴ്സണാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു 12 വയസ്സായാലും, ഞാൻ ഏകദേശം ഇതിലേക്ക് അല്ലെങ്കിൽ ഞാനൊന്ന് ചിന്തിച്ച ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റായിട്ടാണ്. നിങ്ങളിപ്പോൾ ഒരു 12 വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്കുള്ള പോക്കറ്റ് മണി, ഒരു 500 റുപ്പീസ് ആവട്ടെ, ഒരു 100 റുപ്പീസ് ആവട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന പോക്കറ്റ് മണി നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ആ വഴിയിലേക്ക് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങളുടെ ഫോണിൽ എപ്പോഴും കാണും. അപ്പോൾ ഒരു ഓൺലൈൻ ജോബ്സൊക്കെ ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു ദിവസം ചിലവഴിച്ചാൽ നിങ്ങൾക്ക് പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ആശ്രയിക്കാതെ നിങ്ങൾ ഒന്ന് ഏൺ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ലൈഫിൽ ഒരു സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു ഫീൽ, ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. പിന്നെ നിങ്ങൾ ആ കാശ് ചിലവാക്കുന്ന രീതി, നിങ്ങൾ അല്ലറ ചില്ലറ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മേടിച്ച് പൈസ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. അതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു 1000 റുപ്പീസ് കിട്ടിയാൽ അതിൽ നിന്ന് ഒരു 500 റുപ്പീസ്, ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഒരു 100 റുപ്പീസ് സേവിങ്സിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് ഒരുപാട് സേവിങ്സ് ഒന്നും കിട്ടില്ലെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരും. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ കിട്ടിയാൽ ഉടനെ ഒരുപാട് ചിലവാക്കി കളയുമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു മന്ത്ലി അവസാനം, ഒരു മാസം അവസാനം വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് പറയുന്നത്, കുറച്ചൊരു പൈസ നിങ്ങൾ സേവിങ്സിലേക്ക് മാറ്റിയാൽ അതൊരു നല്ലൊരു നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് വളർത്തുന്ന ഒരു ഐഡിയ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് അത് ഭാവിയിൽ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരു 12 വയസ്സ് 11 വയസ്സിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെ ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാം അതുവഴി. നിങ്ങൾ എന്തോ ആവട്ടെ, നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളായിരിക്കും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാമോ, എനിക്ക് ഏർണിങ്സ് ഒന്നും വരുന്നില്ല. ആക്ച്വലി എനിക്കും ഫസ്റ്റ് ടൈം ഏർണിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഒരു ഏർണിങ്സും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വയം എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ട് ആണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് യൂട്യൂബ്സ് മോട്ടിവേറ്റഡ് വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും. അതുപോലെ നിങ്ങൾക്കൊരു എയിം, നിങ്ങളിപ്പോൾ ഒരു
ഡോക്ടർ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആവാനാണ് നിങ്ങളുടെ എയിമെങ്കിൽ അതിലേക്ക് പോവുക. പക്ഷേ ഇപ്പോൾ ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനും എഞ്ചിനീയറിനും ഒരു സ്കോപ്പും ഇല്ല. നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളൊരു ഡോക്ടർ എഞ്ചിനീയർ ആയാൽ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഗ്രൂപ്പ് തുടങ്ങണം, പറ്റുമോ? അല്ലാതെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരുടെയും കീഴിൽ ജോലി ചെയ്യാതെ നിങ്ങളുടെ കീഴിലെ ആൾക്കാരെ ജോലി ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് നിങ്ങൾ ഇന്നത്തെ കാര്യം ചിന്തിക്കാതെ 2 ദിവസം അപ്പുറത്തേക്ക് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് സക്സസ്ഫുൾ പേഴ്സൺ എന്ന് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുക. ഞാൻ ഈ പറഞ്ഞ ഈ ചെറിയ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു സക്സസ് തന്നെ ലൈഫിലുണ്ടാവും. ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ഒരു 100% അല്ലെങ്കിൽ ഒരു 100% തന്നെ തരാം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ പാടാനായിരിക്കും പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കും, നിങ്ങൾക്ക് അല്ലെങ്കിൽ ആർട്ടിലായിരിക്കും, എന്തോ ആകട്ടെ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും എത്തിപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും മടിക്കാതെ തന്നെ മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ ഇതിൻ്റെ വേറെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയിലാക്കിയാൽ ടൈം പ്രശ്നമാണ്. ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിലും കൂടി ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.